പ്രിയമുള്ളവരെ, വചനജ്വാല 1057 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ 23 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചന വായനയിൽ 1 മക്കബായരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 49 മുതൽ 70 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ശ്രവിക്കുക. മത്താത്തിയാസിന്റെ അന്ത്യശാസനം. മത്താത്തിയാസിന്റെ മരണം അടുത്തു. അവൻ പുത്രന്മാരെ വിളിച്ചു പറഞ്ഞു, അഹങ്കാരവും നിന്ദയും ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഉഗ്രകോപത്തിന്റെയും നാശത്തിന്റെയും നാളുകളാണിത്. അതിനാൽ എന്റെ മക്കളെ, നിയമത്തെ പ്രതി തീഷ്ണതയുള്ളവരായിരിക്കുവിൻ. നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിക്കായി ജീവൻ തന്നെ അർപ്പിക്കുവിൻ. തലമുറകളുമായി പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തികൾ ഓർക്കുവിൻ. ഉന്നത മഹത്വവും അനശ്വര കീർത്തിയും ആർജിക്കുവിൻ. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം വിശ്വസ്തനായി കാണപ്പെട്ടില്ലേ? അത് അവനെ നീതിയായി പരിഗണിക്കപ്പെട്ടുവല്ലോ. കഷ്ടതയുടെ കാലത്ത് ജോസഫ് കൽപ്പനകൾ പാലിക്കുകയും ഈജിപ്തിന്റെ അധികാരിയായി ഉയരുകയും ചെയ്തു. നമ്മുടെ പിതാവ് ഹിനോഫാസ് തീഷ്ണത നിറഞ്ഞവനാകയാൽ ശാശ്വതമായ പൗരോഹിത്യത്തിന്റെ ഉടമ്പടിക്ക് അർഹനായി. കൽപ്പന നിറവേറ്റിയതിനാൽ ജോഷുവ ഇസ്രായേലിലെ ന്യായാധിപനായി. സഭയിൽ സാക്ഷ്യം നൽകിയ കാലബിന് ദേശത്ത് അവകാശം ലഭിച്ചു. ദയാലുവായ ദാവീദ് സിംഹാസനത്തിന് ശാശ്വതാവകാശിയായി. നിയമത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ജ്വലിച്ച ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഹനനിയായും അസറിയായും മിഷായേലും വിശ്വാസം നിമിത്തം അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ദാനിയേൽ തന്റെ നിഷ്കളങ്കതയാൽ സിംഹവക്രത്തിൽ നിന്ന് രക്ഷ നേടി. തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാകുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ. പാപിയുടെ വാക്കുകളെ ഭയപ്പെടേണ്ട. അവന്റെ പ്രതാപം ചാണകവും പുഴുക്കളുമായി മാറും. ഇന്ന് അവൻ പ്രകീർത്തിക്കപ്പെടുന്നു, നാളെ അവനെ കാണുകയില്ല. അവൻ പൊടിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. അവന്റെ പദ്ധതികൾ തകർന്നടിഞ്ഞു. എന്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ. നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ. അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും. നിങ്ങളുടെ സഹോദരനായ ശിമയോൻ ഉപദേശം നൽകുന്നതിൽ വിജ്ഞനാണ്. അവനെ സദാ അനുസരിക്കുവിൻ. അവൻ നിങ്ങൾക്ക് പിതാവായിരിക്കും. യൂദാസ് മക്കേബേയൂസ് യൗവനം മുതലേ ശക്തനായ യോദ്ധാവാണ്. അവൻ നിങ്ങളുടെ സൈന്യത്തെ നയിച്ച് ജനതകൾക്കെതിരെ യുദ്ധം ചെയ്യും. നിയമം അനുഷ്ഠിക്കുന്നവരായി നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരെയും കൂട്ടി നിങ്ങളുടെ ജനത്തോട് ചെയ്യപ്പെട്ട ദ്രോഹത്തിന് പ്രതികാരം ചെയ്യണം. വിജാതീയർക്ക് തക്ക തിരിച്ചടി നൽകുവിൻ. നിയമം പാലിക്കുകയും ചെയ്യുവിൻ. അനന്തരം അവൻ അവരെ അനുഗ്രഹിച്ചു. അവൻ പിതാക്കന്മാരോട് ചേർന്നു. 146 വർഷം അവൻ മരിച്ചു. മൊദയിലിൻ പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ അവനെ സംസ്കരിച്ചു. ഇസ്രായേൽ മുഴുവൻ വലിയ വിലാപത്തോടെ അവനെ പ്രതി ദുഃഖമാചരിച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ആഗോള കത്തോലിക്ക സഭയിൽ സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ജനിച്ച ഉടനെ അമ്മ മരിച്ചതുകൊണ്ട് അമ്മായിയാണ് അവളെ വളർത്തിയത്.
3 വയസ്സുവരെ സംസാരിച്ചിരുന്നില്ല. ആദ്യം ഉച്ചരിച്ചത് ദൈവസ്തുതികളായിരുന്നു. 10-ാം വയസ്സിൽ പീഡാനുഭവത്തെപ്പറ്റി അവൾ ഒരു പ്രഭാഷണം ശ്രവിച്ചു. അതേ രാത്രി ക്രൂശിതന്റെ ഒരു ദർശനം അവൾക്ക് ഉണ്ടാവുകയും ചെയ്തു. എന്റെ മകളെ, എന്നെ നോക്കൂ എന്ന ഒരു സ്വരം ഉണ്ടായി. ഈ ദർശനം രാജകുമാരിയുടെ മനസ്സിൽ ഒരു ധ്യാന വിഷയമായി. 16-ാം വയസ്സിൽ ഉൾഫുസ് രാജകുമാരനെ അവൾ വിവാഹം ചെയ്തു. 8 മക്കളുണ്ടായ ശേഷം പൂർണ്ണ വിരക്തി പാലിക്കുമെന്ന് ഇരുവരും പ്രതിജ്ഞ ചെയ്തു. ഇവർ ദരിദ്രർക്കായി ഒരു ആശുപത്രി പണിതു. ഒരു തീർത്ഥയാത്രയുടെ മടക്കത്തിൽ ഉൾഫ രാജകുമാരൻ രോഗിയാവുകയും മരിക്കുകയും ചെയ്തു. ഭർത്താവിന്റെ മരണശേഷം സ്വത്തുക്കൾ മക്കൾക്ക് ഭാഗിച്ചു കൊടുത്ത് ഒരു വെള്ളവസ്ത്രം ധരിച്ച് വെള്ളവും അപ്പവും പ്രായശ്ചിത്ത പ്രവർത്തനങ്ങളും ചെയ്ത് പുതിയ മഠങ്ങൾ സ്ഥാപിച്ച് ദിവസവും കുമ്പസാരിച്ച് കർത്താവിന്റെ പീഡാസഹനത്തോട് ചേർന്ന് ജീവിച്ചു. 70-ാം വയസ്സിൽ ചാക്കു വസ്ത്രം ധരിച്ച് അന്ത്യകൂദാശ സ്വീകരിച്ച് ഈ ലോകത്ത് നിന്ന് യാത്രയായി. സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു.